ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കമന്റ്സ് ഒക്കെ കാണുന്നുണ്ട്, ഒരുപാട് പേർക്ക്, കൂടുതൽ ആൾക്കാർക്ക് മുടി കൊഴിച്ചിലാണ് പ്രശ്നം. അപ്പോൾ ഞാൻ ഈ കാണിച്ചു തരുന്ന ഒരു ഹെയർ പാക്ക് നിങ്ങൾ ഒരാഴ്ചയിൽ ഒരു തവണയോ 2 തവണയൊക്കെ വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഒരു 2-3 തവണ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടും. പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഹെയർ ഫോൾ അറിയാലോ, സ്വാഭാവികമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാം. തണുപ്പ് പ്രശ്നം അല്ലെങ്കിൽ മാത്രം കേട്ടോ. ഇപ്പോൾ കുഞ്ഞുവാവയൊക്കെയുള്ള സമയത്ത് നമ്മൾ എന്തായാലും നമ്മുടെ ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് തണുപ്പ് പ്രശ്നം അല്ലെങ്കിൽ നിങ്ങൾ ഈ പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടും. അപ്പോൾ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, എങ്ങനെയാണ് മുടിയിൽ ഉപയോഗിക്കേണ്ടത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. വേഗം പോയിട്ട് നമ്മുടെ ഇന്നത്തെ പാക്ക് തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഉഴുന്നാണ്. ഞാനിവിടെ 2 സ്പൂൺ അളവിൽ ഉഴുന്ന് എടുത്തിട്ട് കഴുകിയിട്ട് തലേദിവസം കുതിർക്കാനിട്ടതാണ് കേട്ടോ. ഒരു നൈറ്റ് നമുക്കിത് നന്നായിട്ട് കുതിർത്തെടുക്കണം. അപ്പോൾ കഴുകിയിട്ട് കുതിർക്കാനിടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം ഈ വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പാക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾ കഴുകിയിട്ട് കുതിർക്കാനിടുക. അപ്പോൾ നമുക്കിതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഏത് തരത്തിലുള്ള മുടി കൊഴിച്ചിലാണെങ്കിലും അത് കുറയ്ക്കാനായിട്ട് ഉഴുന്ന് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് ഞാൻ അതിനകത്ത് ഉഴുന്നാണ് ചേർത്തിട്ടുള്ളത്. ഉഴുന്ന് മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടി വളരാനൊക്കെ നന്നായിട്ട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് കേട്ടോ. പിന്നെ ഞാൻ അടുത്തായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന പഴമാണ് കേട്ടോ. ഞാനിവിടെ റോബസ്റ്റ് പഴമാണ് എടുത്തിട്ടുള്ളത്. ചെറുതായതുകൊണ്ട് 2 എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം, റോബസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇതിനകത്ത് ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അത്യാവശ്യം നല്ല പഴുത്ത പഴമായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് രണ്ടും ഇല്ലാന്നാണെങ്കിൽ ചെറുപഴം ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ നിങ്ങളുടെ മുടിയുടെ ലെങ്ത്തും തിക്നെസ്സും അനുസരിച്ച് നിങ്ങൾക്ക് പഴം എത്ര വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഒരുപാട് ഹെയർ ഉള്ളവരൊക്കെ ആണെങ്കിൽ ചെറിയ പഴമൊക്കെ ആണെങ്കിൽ 3 പഴം ചേർത്ത് കൊടുക്കും. ഇപ്പോൾ നേന്ത്രപ്പഴമൊക്കെ ആണെങ്കിൽ വലിയൊരു പഴമാണെങ്കിൽ 1 പഴമൊക്കെ മതിയാവും. അപ്പോൾ പഴവും നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടി വളരാനൊക്കെ നന്നായിട്ട് സഹായിക്കുന്നതാണ്. അത് മാത്രമല്ല നമ്മുടെ മുടിയുടെ ടെക്സ്ചർ ഒന്ന് മാറ്റിയെടുക്കാനും പഴം നന്നായിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. പഴം മാത്രമല്ല, നമ്മളിപ്പോൾ ചേർത്തുള്ള ഉഴുന്നുമില്ലേ, നമുക്ക് ഒറ്റ യൂസിൽ മുടിക്ക് ഉള്ളുള്ളതായിട്ട് തോന്നിപ്പിക്കാനൊക്കെ ഈ 2 ഇൻഗ്രീഡിയൻസും നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് അവിടെ 2 പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാലായിട്ട് ചേർക്കാൻ അങ്ങനെ ചേർക്കാം. അതാകുമ്പോൾ കുറച്ച് പണി എടുക്കണം. ഇതാകുമ്പോൾ ഡയറക്റ്റ് അങ്ങ് ചേർത്ത് കൊടുക്കും. നമുക്ക് എന്തായാലും അരച്ചെടുക്കാനുള്ളതല്ലേ, അപ്പോൾ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ തേങ്ങ പിന്നെ ഞാൻ ഏകദേശം ഒരു 4 സ്പൂൺ അളവിലാണ് കേട്ടോ. ഇത്ര കറക്റ്റ് എന്നില്ല, ഏകദേശം ഒരു 4 സ്പൂൺ അളവിൽ തേങ്ങ നിങ്ങൾ എടുത്താൽ മതി. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഇന്നത്തെ പാക്ക് തയ്യാറാക്കാൻ വേണ്ടി വേണ്ടത്. അപ്പോൾ ഉഴുന്ന് കുതിർത്ത ആ വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ അരച്ചെടുത്താൽ മതി കേട്ടോ. ഒരുപാട് തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാനിത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു തുണി ഉപയോഗിച്ചിട്ട് നമുക്കിത് അരിച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ പാക്കിൽ അങ്ങനെ പൊടിയോ ഒന്നും തോന്നില്ല, പക്ഷെ എന്നാലും നമ്മൾ അരിച്ചെടുക്കണം. പഴത്തിൻ്റെയും തേങ്ങേൻ്റെതൊക്കെ ആയിട്ടുള്ള ചെറിയ ചെറിയ പൊടികളൊക്കെ ഉണ്ട്. അപ്പോൾ അരിച്ചിട്ട് മാത്രമേ നമ്മുടെ പാക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ ഇന്നത്തെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അരയ്ക്കുന്ന സമയത്ത് വേണമെങ്കിൽ കുറച്ച് ലൂസ് ആക്കണമെങ്കിൽ പാക്ക് ലൂസ് ആക്കാൻ, കുറച്ച് തിക്കായിട്ട് തോന്നി വെള്ളം കുറച്ച് ചേർത്താൽ മതി. പിന്നെ മുടി കൊഴിച്ചിലൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഇതുപോലെ ലൂസ് ആയിട്ടുള്ള പാക്കുകൾ, ലിക്വിഡ് ഫോമിലുള്ള പാക്കുകൾ ഉപയോഗിക്കുന്നതാണ് കേട്ടോ കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇനി നമുക്ക് സ്കാൽപ്പിൽ മുടിയിലൊക്കെ ഇത് നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കാം. അപ്പോൾ പാക്ക് നമ്മുടെ മുടിയിൽ തേക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ മുടിയിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാടൊന്നും തേക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ മുടി ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ, ഡ്രൈ ഹെയർ ഒക്കെ ആണെങ്കിൽ കുറച്ചധികം ഓയിൽ നിങ്ങൾ തേച്ച് കൊടുക്കണം. പിന്നെ എന്ന് വെച്ചാൽ ഉഴുന്ന് എല്ലാവർക്കും അറിയാലോ, അത്യാവശ്യം മുടിക്ക് ഡ്രൈനെസ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ കുറഞ്ഞ അളവിലാണെങ്കിലും ഓയിൽ തേച്ചിട്ട് മാത്രമേ മുടിയിലേക്ക് പാക്ക് തേക്കാൻ പാടുള്ളൂ. പിന്നെ നിങ്ങളുടെ മുടിയുടെ ടെക്സ്ചറൊക്കെ ഒന്ന് മാറ്റാനാണെങ്കിൽ കുറഞ്ഞ അളവിൽ ഓയിൽ തേച്ചാൽ മതി. മുടി കൊഴിച്ചിൽ അങ്ങനെയൊക്കെ മാറാനാണ് നമ്മുടെ ഈ ഒരു പാക്ക് ഉപയോഗിക്കുന്നതെങ്കിൽ അത്യാവശ്യം ഓയിൽ തേച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒരുപാട് ഡ്രൈ ആയി പോകും. അതുകൊണ്ടാണ് കുറഞ്ഞ അളവിൽ ഞാനിപ്പോൾ കുറഞ്ഞ അളവിൽ മാത്രമേ തേക്കുന്നുള്ളൂ. അപ്പോൾ ഞാനിത് ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പാക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ പാക്ക് നമ്മുടെ മുടിയിൽ തേക്കുന്നതിന് മുമ്പായിട്ട് മുടി ചീകി നന്നായിട്ട് കെട്ടൊക്കെ കളഞ്ഞു വെക്കണം കേട്ടോ. എണ്ണ തേക്കുന്നതിന് മുമ്പ് തന്നെ മുടി നന്നായിട്ടൊന്ന് ചീകി കെട്ടൊക്കെ കളഞ്ഞു വെക്കുക. നമ്മളിങ്ങനെ കെട്ട് കൂടിയ മുടിയിലേക്ക് പാക്ക് തേക്കുന്ന സമയത്ത് മുടി പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കെട്ടൊക്കെ കളഞ്ഞിട്ട് പാക്ക് തേക്കുക. പിന്നെ പാക്ക് തേക്കേണ്ട എല്ലാവർക്കും അറിയാം, നമ്മൾ എല്ലാ വീഡിയോയിലും എല്ലാ പാക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുന്ന കാര്യമാണ്, നമ്മൾ സ്കാൽപ്പിൽ ആദ്യം നന്നായിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് മുടിയിലേക്കും തേച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പാക്ക് മുടിയുടെ ടെക്സ്ചർ മാറ്റാൻ നല്ലതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ, നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ പാക്ക് ഉപയോഗിക്കുന്നതെങ്കിൽ മുടിയിലും നന്നായിട്ട് തേച്ച് കൊടുക്കണം. മുടി കൊഴിച്ചൽ, താരൻ അങ്ങനെയൊക്കെ കുറയാനാണെങ്കിൽ സ്കാൽപ്പിലാണ് നമ്മൾ നന്നായിട്ട് തേച്ച് കൊടുക്കേണ്ടത്. സ്കാൽപ്പിൽ എല്ലായിടത്തും ആവുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക.
പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഏത് തരത്തിലുള്ള മുടി കൊഴിച്ചിലാണെങ്കിലും പറ്റുമെങ്കിൽ ഈ പാക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തണുപ്പ് പ്രശ്നമില്ലാത്തവരോട്ട് ഈ പാക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പുള്ളതാണ്. അപ്പോൾ തണുപ്പ് പ്രശ്നമില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എന്നോട് കമന്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമെന്ന്. ചെറിയ കുട്ടികൾക്ക് ഒരിക്കലും ഉപയോഗിക്കരുത് കേട്ടോ. പിന്നെ ഇങ്ങനെ പ്രായമായവർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുമോ, മുടി വളരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് മുടി വളർച്ചയ്ക്ക് പ്രായമൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഹെയർ കെയർ കൊടുക്കുകയാണ്, നമ്മൾ കറക്റ്റ് ആയിട്ട് ഫുഡിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മുടി വളരും. അതിന് പ്രായമൊന്നും ഒരു പ്രശ്നമേ അല്ല. നമുക്ക് ഹെയർ കെയർ ചെയ്യാനും സ്കിൻ കെയർ ചെയ്യാനും അതിനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പൊ ഞാനിതാ സ്കാൽപ്പിൽ മുടിയിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മുടിയിൽ അങ്ങനെ ഒരുപാട് തേച്ചിട്ടില്ല, സ്കാൽപ്പിലാണ് കേട്ടോ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ പാക്ക് തേച്ച് കഴിഞ്ഞിട്ട് മുടി കെട്ടി വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ കുറഞ്ഞ സമയമല്ലേ കെട്ടി വെക്കുന്നുള്ളൂ, അതുകൊണ്ട് കെട്ടി വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ പാക്ക് നന്നായിട്ട് തേച്ച് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് നേരം ഇതുപോലെ തന്നെ വെക്കാം കേട്ടോ. എന്നിട്ട് കഴുകുന്ന സമയത്ത് താളിയോ ഷാമ്പോ ഒന്നും ഉപയോഗിക്കരുത്. വെറുതെ വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്താൽ മതി കേട്ടോ. പാക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് മുടിയിൽ നിന്ന് പോകണം. അപ്പോൾ കൂടുതലായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകിയെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ ആഴ്ചയിൽ 1-2 തവണ വെച്ച് ചെയ്യാം കേട്ടോ. അടുപ്പിച്ച് ചെയ്യരുത്. 2 തവണയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു 2-3 ദിവസം ഗ്യാപ്പ് കൊടുത്തിട്ട് ആഴ്ചയിൽ ഒരു 2 തവണയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു 2-3 പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്ക് എന്തായാലും മുടി കൊഴിച്ചിൽ കുറയും കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒറ്റ യൂസിൽ മുടിയുടെ ടെക്സ്ചർ മാറ്റുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ മുടി കഴുകി കഴിഞ്ഞിട്ട് നാളെയൊക്കെ ആകുമ്പോഴത്തേക്ക് മുടി കഴുകി ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് അറിയാൻ വേണ്ടി പറ്റും. നമ്മുടെ മുടിയൊക്കെ നല്ല ഡബിൾ ആയതുപോലെ ബൗൺസി ആയതുപോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ തലേ ദിവസം ഈ ഒരു ഹെയർ പാക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പിന്നെ ഹെവി ആയിട്ട് ഹെയർ ഫോൾ ഒക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ പറ്റുന്നവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് കഴുകേണ്ടത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ മുടി കഴുകുന്നത് കാണിക്കുന്നില്ല കേട്ടോ, വെറുതെ വെള്ളത്തിൽ കഴുകുന്നതുകൊണ്ടാണ് കഴുകുന്നത് കാണിക്കാത്തത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് വ്യക്തമാവാത്ത കാര്യം ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിച്ചാൽ മതി. എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഇനി അടുത്ത ദിവസം കാണാം.